നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ ഭീതിയൊക്കെ നമ്മെ വിട്ട് മെല്ലെ അകലുകയാണ്. ഇതിന് പിന്നാലെ ഇതാ ഒരു ബാഗും എടുത്ത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അവസരം. ബജറ്റ് നോക്കി യാത്ര ചെയ്യാനാണ് പലർക്കും താല്പര്യം. പലപ്പോഴും ഇതൊരു പ്രശ്നമായി മാറാറുമുണ്ട്. വിസ മുതലായ നൂലാമാലകൾ വേറെയുമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ലക്ഷറി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ തന്നെ പോയി വരാവുന്ന പല വിദേശ രാജ്യങ്ങളും ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? അത്തരത്തിൽ ചില ഇടങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നേപ്പാൾ. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള, അതും നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ കുറഞ്ഞ ബജറ്റിൽ പോയി വരാവുന്ന ഒരിടമാണ്. കഫേകളും റെസ്റ്റോറൻറ്റുകളും നിറഞ്ഞ കാഠ്മണ്ഡുവും എവറസ്റ്റ് ബേസ് ക്യാമ്പും സാഹസിക വിനോദങ്ങളും ബുദ്ധക്ഷേത്രങ്ങളും മനോഹരമായ പ്രകൃതിയുമെല്ലാം ചുരുങ്ങിയ ചിലവിൽ തന്നെ ആസ്വദിക്കാനും സാധിക്കും. പോക്കാറ അന്നപൂർണ ട്രക്കിംഗ് സർക്യൂട്ട്, യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളായ ലുംബിനി, സാഗർമാത നാഷണൽ പാർക്ക്, കാഠ്മണ്ഡു താഴ്വരയിലെ 7 സൈറ്റുകൾ, ചിത്വാൻ ദേശീയോദ്യാനം എന്നിവയും ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ് എന്നതാണ് പ്രത്യേകത. രണ്ടാമത്തേത് മ്യാൻമാർ. സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ബീച്ചുകളും ബുദ്ധക്ഷേത്രങ്ങളും നിറഞ്ഞ മ്യാൻമാർ അതിമനോഹരമായ ഒരു രാജ്യമാണ്. ആൻഡമാൻ കടലിനോടും ബംഗാൾ ഉൾക്കടലിനോടും ചേർന്ന് ശാന്തമായ ധാരാളം ബീച്ചുകൾ ഇവിടെയുണ്ട്. ഗോൾഡൻ റോക്ക്, ബുദ്ധന്റെ മുടിയും മറ്റ് അവശിഷ്ടങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ശ്വേതകോൺ പഗോഡ, ബുദ്ധവിഹാരമായ ശ്വേനന്തോ മൊണാസ്ട്രി, പോപ്പ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തൗങ്കാലാട്ട് മൊണാസ്ട്രി, AD 1105 പാകൻ രാജവംശത്തിലെ ക്യാൻസത്ത രാജാവിന്റെ കാലത്ത് നിർമ്മിച്ച ബുദ്ധക്ഷേത്രമായ ആനന്ദ ക്ഷേത്രം, തൗങ്കി ജില്ലയിലുള്ള ഇൻലെ ശുദ്ധജല തടാകം എന്നിവയെല്ലാം തന്നെ ഏറെ വ്യത്യസ്ത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ക്രൂസ് ടൂറുകൾ നടത്താനുള്ള അയേർവോഡി നദി, ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ പിണ്ടയ ഗുഹകൾ, ഫിറ്റ്ലോമിൻലോഗ് ക്ഷേത്രം, നാഗപാലി ബീച്ച് എന്നിങ്ങനെ മ്യാൻമറിൽ നിരവധി പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട്. മൂന്നാമത്തേത് നമീബിയ. പ്രമുഖമായ ഇക്കോ ടൂറിസത്തിൽ പേരുകേട്ട നമീബിയ ആഫ്രിക്കയിലെ പ്രധാന യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാകുന്നു. 2010 ഡിസംബറിൽ ലോൺലി പ്ലാനറ്റ് നമീബിയയെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 5ാമത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തിരുന്നു. ചുവന്ന മണൽത്തിട്ടകൾ നിറഞ്ഞ നമീബ് മരുഭൂമിയാണ് നമീബിയയിൽ സന്ദർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മൺകൂനകളായ സോസ്ഫ്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ മേഖലകളിലൊന്നായ എറ്റോഷ നാഷണൽ പാർക്ക് എന്നിവ നമീബിയയിൽ സന്ദർശിക്കേണ്ട കാഴ്ചകൾ കൂടിയാകുന്നു. അടുത്തത് ഭൂട്ടാനാണ്. നമ്മുടെ ഇന്ത്യൻ സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ വിസ വേണ്ടാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. സന്തോഷത്തിന്റെ ദേശമെന്ന് ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഭൂട്ടാൻ കാണാൻ ഇന്ത്യക്കാർക്ക് പെർമിറ്റും തിരിച്ചറിയൽ കാർഡും മതിയാകും. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള അവസാനത്തെ പൂർണ്ണ ബുദ്ധമത രാജ്യമായ ഭൂട്ടാനിൽ മഞ്ഞുകാലത്ത് മാത്രമല്ല വർഷം മുഴുവനും യാത്ര ചെയ്യാവുന്നതാണ്. ട്രാഫിക് ലൈറ്റുകൾ ഇല്ലാത്തതും ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ തലസ്ഥാനങ്ങളിൽ ഒന്നുമായ തിമ്പു എല്ലാ സഞ്ചാരികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടങ്ങളിൽ ഒന്നുകൂടിയാകുന്നു. കൂടാതെ പറവയിലും നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇന്തോനേഷ്യ. ഒട്ടനവധി വർഷങ്ങളായി ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്തോനേഷ്യ എന്നത്. ഇതിന്റെ മനോഹാരിതയാകട്ടെ ഒരു കാലത്തും മങ്ങലേറ്റിട്ടില്ല എന്നതും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകാൻ തോന്നുന്നത്രയും സുന്ദരമാണ് ഈ രാജ്യം. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ബാലി, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊന്നായ ജക്കാർത്ത, ബൊറോബുദൂർ, പ്രംബനൻ ക്ഷേത്രങ്ങൾ, ബ്രോമോ അഗ്നിപർവ്വതം, സുമാത്ര, ജാവ, സുലാവസി, സ്പൈസ് ഐലൻഡ് തുടങ്ങി നിരവധി ഇടങ്ങൾ ഇവിടെയുണ്ട്. താനാലോട്ട് ക്ഷേത്രത്തിലെ സൂര്യാസ്തമയ കാഴ്ചയും ലംബോർഗൻ റീഫ് ക്രൂസ്, ആയും വെയിറ്റ് വാട്ടർ ക്രൂസ് എന്നിവയുമെല്ലാം ഉറപ്പായും ആസ്വദിക്കേണ്ടതാണ്. സീഷെൽസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദ്വീപരാഷ്ട്രമാണ് സീഷെൽസ് എന്നത്. 115 ദ്വീപുകളുടെ സമൂഹമായ സീഷെൽസ് സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ് മുതലായ സാഹസിക സമുദ്ര വിനോദങ്ങൾ ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഇടം കൂടിയാകുന്നു. ലാഡിക് ദ്വീപിലെ പിങ്ക് നിറമുള്ള ബീച്ച്, ഭീമൻ കടലാമകൾ കാണപ്പെടുന്ന അൽഡബ്ര, ഏദൻ തോട്ടം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമുള്ള പെർസിൻ ദ്വീപ്, 70ഓളം മനോഹരങ്ങളായ ബീച്ചുകളുള്ള സീഷെൽസിന്റെ തലസ്ഥാനം മാഹി എന്നിവയും നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്.
വിയറ്റ്നാം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ തനതായ സാംസ്കാരിക പൈതൃകവും കണ്ണിന് കുളിരേകുന്ന കാഴ്ചകളുമുള്ള വിയറ്റ്നാമും എക്കാലത്തെയും ഹോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ഏഷ്യൻ യൂറോപ്യൻ സ്വാധീനമുള്ള ഹോയ് ആൻ നഗരം വിൻഡ് സർഫിംഗ്, കൈറ്റ് സർഫിംഗിനും പ്രശസ്തമായ മുയിനെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഹ്യൂവേ, പാങ്ഹെ, ബാക്ക്ഹ ഹിൽ സ്റ്റേഷൻ, ഹാലോങ് ബേ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. റൂഫ് ടോപ്പ് ബാറുകളും ലൈവ് മ്യൂസിക് കഫേകളുമുള്ള ഹോചിമിൻ സിറ്റിയുടെ ജീവൻ തുടിക്കുന്ന നൈറ്റ് ലൈഫും സാപ്പയിലെ ട്രെക്കിങ്ങുമെല്ലാം പരീക്ഷിച്ച് തന്നെ അറിയണം. കംബോഡിയ പഴമയുടെയും പുതുമയുടെയും മനോഹരമായ മിശ്രണമാണ് കംബോഡിയയുടെ പ്രധാന പ്രത്യേകത എന്നത്. ലോക പൈതൃക സ്മാരകമായി യുനെസ്കോ പ്രഖ്യാപിച്ച അങ്കോർ വാട്ട് ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നുകൂടിയാകുന്നു. കൂടാതെ വൃത്തിയുള്ള നിരവധി ബീച്ചുകളും കാടുകളും എല്ലാം ഉണ്ട്. കംബോഡിയയുടെ സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്ന ധാരാളം മ്യൂസിയങ്ങളുണ്ട്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഒരിക്കൽ വിസ ലഭിച്ചാൽ 30 ദിവസം വരെയാണ് കംബോഡിയയിൽ തങ്ങാൻ സാധിക്കുക.